ഇത് യഥാർത്ഥത്തില് ജാമ്യം സംഘടിപ്പിച്ചു കൊടുത്തതാണ്. കാരണം കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം കൊടുത്തില്ലേ പിന്നെ ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അപേക്ഷ കൊടുത്താൽ അവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അവിടെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമല്ലേ. അത് ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും. ആ ജാമ്യമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് കേസിന്റെ മെറിറ്റിന്മേലുള്ള ജാമ്യമല്ല, വാദം നടത്തിയതിനു ശേഷം നടത്തുന്ന ജാമ്യമല്ല. ഈ യഥാർത്ഥത്തിൽ സംഭാവനയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അവർക്ക് സമയത്ത് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടുള്ള ജാമ്യമാണ്. അതുകൊണ്ട് ഈ ജാമ്യത്തെ സാധാരണഗതിയുള്ള ജാമ്യം പോലെ നമ്മൾ കാണുകയേ വേണ്ട. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുണ്ടായ ഒരു അനാസ്ഥയാണ് ഇത് ജാമ്യത്തിൽ ചെന്ന് കലാശിച്ചത് എന്നെല്ലാവർക്കും അറിയാം. ജയിലിൽ നിന്നിറങ്ങുന്ന പത്മകുമാറിന് എന്തെങ്കിലുമൊക്കെ കൂടുതലായി മാധ്യമങ്ങളോടോ കേരളത്തോടൊക്കെ പറയാനുണ്ടോ എന്നതുകൂടി ഒരു ആകാംക്ഷയാണ് ശ്രീ തിരുവഞ്ചൂർ. അറിയില്ല, കാരണം പത്മകുമാർ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം ജയിലിന്റെ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷം ജയിലിലായതുകൊണ്ടും പിന്നീട് വ്യവസ്ഥകൾക്ക് വിധേയനായി നിൽക്കാൻ ബാധ്യതപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മറ്റ് ഡെപ്പോസിഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും രൂപത്തിൽ സത്യം പറഞ്ഞെങ്കിലായി. തിരുവഞ്ചൂർ, ഈ കേസിൽ ഇപ്പൊ നമുക്ക് പുറത്തറിയുന്ന നമുക്ക് ഈ കേസ് തൊണ്ടി മുതൽ എവിടെയാണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ദേവന്റെ അവിടുത്തെ പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതെവിടെയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ കുറ്റപത്രത്തിന്റെ ക്രൈമിന്റെ രീതി എന്താണെന്ന് നമുക്കറിയില്ല. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കോടതി ദേവസ്വം ബെഞ്ച് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വാഭാവിക ജാമ്യം ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് മുന്നിലുള്ള നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ ആശങ്കപ്പെടണോ അതോ കോടതിയിൽ പൂർണ്ണമായി ഫലമേൽപ്പിക്കണോ? ബാധിക്കില്ല എന്ന് പറയേണ്ടത് അന്വേഷണ ഏജൻസിയല്ലേ. അന്വേഷണ ഏജൻസി ഇത് കൊടുത്തില്ല എന്ന് വരികിൽ ഇവരെല്ലാം ഒരേ രൂപത്തിൽ നിൽക്കുന്നു എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. കോടതിയുടെ നിർദ്ദേശമാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കുറച്ച് ചൂടായി പോകുന്നത്. അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇതുപോലെ തന്നെയുള്ള ചില കമന്റ്സ് വന്നപ്പോ ഉണ്ടായ വിഷമങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കാനുള്ള മാർഗമുണ്ടെങ്കിൽ നടക്കട്ടെ. പക്ഷെ ഇത് കൃത്യതയോടുകൂടി പോകും എന്നൊരു വിശ്വാസം ജനങ്ങളിൽ കുറഞ്ഞു വരികയാണ്. ആദ്യം നല്ല വിശ്വാസമായിരുന്നു, പക്ഷെ അത് പിന്നീട് അതിന്റെ തോത് കുറഞ്ഞ് വരികയാണ്.